അപ്പോൾ ഈ കാണുന്ന മുഴുവൻ ഡ്രസ്സും ഈ ഒരു കാർഡ്ബോർഡ് ഉപയോഗിച്ച് നമ്മൾ മടക്കിയെടുത്തതാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് കാണണ്ടേ? വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്ക്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയോടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഡ്രസ്സ് മടക്കുന്ന ഒരു മെഷീൻ ഉണ്ടാക്കാൻ പോകുന്നത്. മെഷീൻ എന്ന് പറഞ്ഞുകൂടെ ഡ്രസ്സ് മടക്കുന്ന ഒരു ട്രിക്കാണ്. നമ്മുടെ കാർഡ്ബോർഡ് ഉപയോഗിച്ചാണ് നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്. ഈ വീഡിയോ കാണുന്ന 100% പേർക്കും ഇത് ഉപകരിക്കുന്ന ഒരു ട്രിക്കാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. നമ്മളെടുത്ത കാർഡ്ബോർഡ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 45 സെൻറ്റിമീറ്റർ നീളവും 25 സെൻറ്റിമീറ്റർ വീതിയും ഇതുപോലത്തെ 2 കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 20 സെൻറ്റിമീറ്റർ നീളവും 15 സെൻറ്റിമീറ്റർ വീതിയുള്ള 2 കാർഡ്ബോർഡും കൂടി എടുത്തിട്ടുണ്ട്. നമ്മളെടുത്ത ആ ഒരു 4 കാർഡ്ബോർഡിൻ്റെ പീസ് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കൂട്ടി ഒട്ടിച്ച് കൊടുക്കണം. അടുത്തായിട്ട് 4 അടുപ്പിച്ച് വെക്കുക നമ്മുടെ കാർഡ്ബോർഡിൻ്റെ പീസ്. അപ്പോൾ നമ്മളടുത്തായിട്ട് ഈ ഒരു ടാബ് യൂസ് ചെയ്തുകൊണ്ട് ഇത് ഒട്ടിച്ച് കൊടുക്കാൻ പോവുകയാണ്. അത് നേരെ എടുത്ത ശേഷം 2 കാർഡ്ബോർഡ് അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. നമ്മുടെ കത്രി യൂസ് ചെയ്ത് നമുക്കിത് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒട്ടിച്ച് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ വരയിട്ട് കൊടുക്കാം. നമുക്ക് അതിൻ്റെ ഒരു ഗ്യാപ്പിലൂടെ മുഴുവനായിട്ട് കട്ട് ചെയ്യേണ്ട, ഇതിൻ്റെ സെൻറ്റർ ഭാഗം വരെ നമ്മൾ കട്ട് ചെയ്യേണ്ടു. അപ്പോൾ ഗ്യാപ്പിൽ നമ്മൾ വരയിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് ഇങ്ങനെ ബെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാർഡ്ബോർഡ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ ഒട്ടിച്ചിട്ട് നോക്കിയേ ഇതിങ്ങനൊരു രൂപമാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ടീഷർട്ട് നമുക്ക് മടക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ടീഷർട്ട് എടുത്ത ശേഷം ഞാനീ വെക്കുന്നത് പോലെ നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു കാർഡ്ബോർഡിൻ്റെ ആ ഒരു സംഭവത്തിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കൈകളൊക്കെ പുറത്തേക്കാക്കി വെക്കാം. ശേഷം ഇതിൻ്റെ കാർഡ്ബോർഡിൽ നിന്ന് എത്ര ഭാഗമാണോ പുറത്തേക്ക് വരുന്നത് ആ ഒരു ഭാഗം ജസ്റ്റ് ഇങ്ങനെ മടക്കി ഉള്ളിലാക്കി വെക്കാം. അപ്പോൾ അടുത്തായിട്ട് നമ്മളിത് മടക്കാൻ പോവുകയാണ്. അതിന് മുമ്പേ വേണമെങ്കിൽ നമുക്ക് ഈ കൈയും കൂടി ചെറുതായിട്ടും ജസ്റ്റ് ഇങ്ങനെ മടക്കി വെക്കാം. അപ്പോൾ മടക്കാൻ പോകാൻ റെഡി. 1 2 3 സ്റ്റാർട്ട്. അപ്പോൾ 1 നല്ല അടിപൊളിയായിട്ട് ഈ സൈഡ് മടക്കിയിട്ടുണ്ട്. അടുത്തായിട്ട് 2 ഈ സൈഡ് നല്ല അടിപൊളിയായിട്ട് മടക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ അടിയിലത്തെ ഭാഗം പിടിച്ചിട്ട് 3. അപ്പോൾ നോക്കി ഇനി വേണമെങ്കിൽ നമ്മുടെ വക ഒരു ചെറിയൊരു ഫോൾഡും കൂടി നമുക്ക് ചെയ്യാം. ഇങ്ങനെ 4 നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ടീഷർട്ട് നമ്മൾ മടക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് നമ്മുടെ എല്ലാ ടീഷർട്ടും ഒന്ന് മടക്കി സെറ്റാക്കി എടുക്കാം.